കോഴിക്കോട് കോർപ്പറേഷൻ അടക്കം തിരികെ പിടിക്കുക എന്ന ലക്ഷ്യമാണ് അവർക്കുള്ളത്. മന്ത്രി മുഹമ്മദ് റിയാസ് വോട്ട് രേഖപ്പെടുത്തുന്നതിനായി ഇവിടേക്ക് എത്തിച്ചേരുന്നതിന്റെ ലൈവ് ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. കോട്ടൂളിയിലെ അദ്ദേഹത്തിന്റെ വീടിന് തൊട്ട് സമീപത്തുള്ള സ്കൂളിലെ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് ചെയ്യാനായി എത്തിച്ചേർന്നിട്ടുള്ളത്. രാവിലെ തൊട്ട് സമീപത്ത് തന്നെയുള്ള മറ്റൊരു ബൂത്തിലായിരുന്നു കോഴിക്കോട്ടെ LDF മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുസാഫർ അഹമ്മദ്. അദ്ദേഹവും വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ചകൊണ്ട് അതോടൊപ്പം തന്നെ അത്തരത്തിൽ പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും തന്നെ രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തുകയും തുടർന്ന് മറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയുമാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എല്ലായിടങ്ങളിലും തന്നെ കാര്യമായ ക്യൂ ഉണ്ട്. രാവിലെ തന്നെ പല ബൂത്തുകളിലും കാര്യമായി തന്നെ ക്യൂ ഉണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ കാര്യമായി തന്നെ ക്യൂ ഉണ്ട്. എല്ലായിടങ്ങളിലും സ്ത്രീകളും അതോടൊപ്പം തന്നെ പുരുഷന്മാരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി എത്തിച്ചേരുകയും വലിയ ക്യൂ ഉണ്ട്. ഈ യന്ത്ര തകരാറുകൾ പലയിടങ്ങളിലും ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട് എന്നാണ് നമുക്ക് ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പോളിംഗ് ശതമാനവും കഴിഞ്ഞ പ്രാവശ്യത്തേതിന് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിലവിൽ ആദ്യത്തെ 1 മണിക്കൂറിലുള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ സമാനമായിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പ്രചാരണത്തിലെല്ലാം തന്നെ കാര്യമായി തന്നെ പങ്കെടുത്തിരുന്നു. കോർപ്പറേഷനിലെ പ്രചാരണങ്ങളിലും അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലാകമാനവും അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളിലെല്ലാം തന്നെ സജീവമായിരുന്നു. പ്രതികരണങ്ങളെല്ലാം തന്നെ ആ ഘട്ടത്തിലും നടത്തിയിരുന്നു. വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹവും സൂചനകളാണ് അദ്ദേഹവും പങ്കുവെക്കുന്നത്. LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തിലതീതമായി വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകും. കൂടുതൽ ഇടങ്ങൾ, കൂടുതൽ സീറ്റുകൾ നേടാൻ സാധിക്കും എന്ന് തന്നെയായിരുന്നു മുതിർന്ന നേതാക്കളുടെ എല്ലാവരുടെയും തന്നെ പ്രതീക്ഷ അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഉതകുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള രീതിയിലായിരിക്കും, അതിനെ സാധൂകരിക്കുന്ന രീതിയിലായിരിക്കും വോട്ടിംഗ് ഉണ്ടാവുക. അത് LDFന് അനുകൂലമായിരിക്കും. അത് ഭരണവിരുദ്ധ വികാരമില്ല, വികസനമായിരിക്കും ചർച്ചയാവുക എന്നീ കാര്യങ്ങളെല്ലാം തന്നെയാണ് LDF മുൻപോട്ട് വെക്കുന്നത്. വികസനങ്ങൾ എണ്ണി പറഞ്ഞു തന്നെയായിരുന്നു അവർ വോട്ട് തേടിയിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ആ നിലയിൽ തന്നെ വികസനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു LDF വോട്ട് തേടുന്നത്. അപ്പോൾ അത് എല്ലാം തന്നെ ഗുണകരമാകും, തങ്ങൾക്ക് വോട്ടായി മാറും എന്ന പ്രതീക്ഷയിലാണുള്ളത്. അല്പസമയത്തുള്ളിൽ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കും. ഈ അദ്ദേഹം വോട്ട് ചെയ്ത, നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കണ്ടു, അദ്ദേഹം വോട്ട് ചെയ്ത ആ ബൂത്തിൽ കാര്യമായിട്ടുള്ള തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ അത് കോട്ടൂളിയിലെ വാർഡ് 5, കോട്ടൂളി 25-ാം വാർഡ്, കോഴിക്കോട് കോർപ്പറേഷനിലെ 25-ാം വാർഡ് കോട്ടൂളിയിലെ ബൂത്ത് നമ്പർ 5-ലായിരുന്നു അദ്ദേഹം വോട്ട് ചെയ്തത്. അതിന് തൊട്ട് സമീപത്തുള്ള പറയഞ്ചേരി വാർഡിലെ ബൂത്തിൽ കാര്യമായിട്ടുള്ള ക്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം സ്കൂളിന് പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അല്പം സമയം മുമ്പാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. കാര്യമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം തന്നെ അദ്ദേഹവും മുൻപോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ചർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു. UDFനെതിരെ കടുത്ത വിമർശനവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. ഇപ്പൊ സെറ്റാക്കി എല്ലാവരും റെഡി, ഒറ്റടിക്ക് പറഞ്ഞു. ടീച്ചറെ കൊണ്ടേക്ക് നമ്മളെ കണ്ടില്ല, ടീച്ചറെ കണ്ടേ. പൊതുവെയുള്ള ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് കോഴിക്കോടും സംസ്ഥാനത്താകെയും കാണാൻ സാധിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം, സംസ്ഥാന സർക്കാരിനെതിരെ എവിടെയും ഒരു വികാരം കാണാനില്ല. സർക്കാരിന് അനുകൂലമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ഇത് പൊതുവെ ജനങ്ങളാകെ സ്വീകരിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരുപാട് കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തു. ഞാൻ വ്യക്തിപരമായി മുന്നണി തീരുമാനിച്ചതിൻ്റെ ഭാഗമായി 155-ലധികം കുടുംബയോഗങ്ങൾ, 155 156, ഏകദേശം 13,066 പേരെയാണ് ആ കുടുംബയോഗങ്ങളിലായി കണ്ടത്. 19 ഏറ്റവും ചുരുങ്ങിയതും 356 ഏറ്റവും കൂടുതലുമാണ് ആ കുടുംബയോഗങ്ങളിലെ പങ്കാളിത്തം. ഈ 13,066 പേർ ഒരു ഗ്രൗണ്ടിൽ വന്ന് നമ്മൾ സംസാരിക്കുന്നതും ഈ 156 കേന്ദ്രങ്ങളിൽ വികേന്ദ്രീകരിച്ച് അവരോട് സംസാരിക്കുന്നത് രണ്ടും വ്യത്യസ്തമാണ്. കുടുംബയോഗങ്ങളുടെ പ്രത്യേകത, കുടുംബയോഗങ്ങളിൽ ഇരിക്കുന്നവർക്ക് എന്ത് സംശയങ്ങളും ചോദ്യങ്ങളും അവരുടെ പ്രതിഷേധങ്ങളൊക്കെ അറിയിക്കാനുള്ള അവസരമാണ്. ഈ 13,066 പേരിൽ
സംസ്ഥാന സർക്കാരിനെതിരെ ഒരു വികാരവും ഒരു പ്രതിഷേധവും ഒരു ചോദ്യം പോലും വന്നിട്ടില്ല. തിരിച്ച് വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം എല്ലാവരും എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കിയത് മാത്രമല്ല, ക്ഷേമ പെൻഷൻ UDF ഭരണകാലത്ത് മുടങ്ങിപ്പോയിരുന്നു, 1.5 കൊല്ലം കുടിശ്ശികയായിരുന്നു. എന്നാൽ ഈ 10 കൊല്ലത്തിനിടയിൽ ഒരു മാസം പോലും മുടങ്ങിയില്ല എന്നുള്ളതും ഈ കുടുംബയോഗങ്ങളിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ്. അതുപോലെ സർക്കാരിൻ്റെ ഓരോ കാര്യങ്ങളും പൊതുവെ ജനങ്ങൾ സ്വീകരിച്ചു. ഇതൊരു ട്രെൻഡായിട്ടാണ് കാണുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ എവിടെയും ഒരു വികാരമില്ല. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും പൊതുവെ ജനങ്ങൾ അനുകൂലമാണ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിൻ്റെ കാരണം. ഇവിടെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും അതാത് പ്രാദേശികമായ രാഷ്ട്രീയവും ഒരു പ്രധാന പ്രശ്നമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകത അതാണ്. ഇവിടെയാണെങ്കിൽ കോർപ്പറേഷനാണ്. കോർപ്പറേഷന്റെ ഭരണം പൊതുവെ നല്ല ഭരണമാണ്. ഇപ്പോൾ ജയശ്രീ ടീച്ചർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി നല്ല നിലയിൽ ഇടപെട്ട് ഒരുപാട് അംഗീകാരങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ ലഭിച്ചു. അപ്പം അതുകൂടി ഡബിൾ പ്ലസ് ആണ്. അപ്പോൾ പൊതുവെ LDFന് അനുകൂലമായ സാഹചര്യമാണ്. പിന്നെ മറ്റ് കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം രാഷ്ട്രീയ സാഹചര്യം LDFന് അനുകൂലമാണ്. അല്ല, രാഷ്ട്രീയ കാര്യം പൊതുവെ LDFന് അനുകൂലം. ജനങ്ങൾ ഈ അനാവശ്യമായ വിവാദങ്ങൾ അല്ലെങ്കിൽ ഈ വർത്തമാനങ്ങൾ അതിലൊന്നുമല്ല ജനങ്ങളുടെ താല്പര്യം. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അവർ പൊതുവെ എന്താണ് ഓരോ തെരഞ്ഞെടുപ്പിലും എങ്ങനെ ചിന്തിച്ച് വോട്ട് ചെയ്യണമെന്നറിയാം. ലോക്സഭയിൽ പോളിംഗ് ബൂത്തിൽ പോകുന്ന ഒരു മനോഗതിയിലല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ബൂത്ത് പോവുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ വ്യത്യസ്ത രീതിയിലാണ് മലയാളി ചിന്തിക്കുക. 1996-ലും 1991-ലും കേരളത്തിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരുമിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ്. ഒരേ വോട്ടർ വ്യത്യസ്ത രീതിയിൽ വോട്ട് ചെയ്തതിന്റെ കണക്ക് നമ്മൾ കണ്ടതാണ്. ഒരു ബൂത്തിൽ ഒരു മുന്നണിക്ക് ലോക്സഭാ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ നിയമസഭാ സ്ഥാനാർത്ഥിക്ക് 100-ഉം 120-ഒക്കെ കിട്ടിയത് ഈ കേരളത്തിലാണ്. അതായത് 120 പേർ, അതായത് അന്ന് 700-800ഒക്കെയാണ് ഒരു ബൂത്തിലെ വോട്ടർമാർ. ഏകദേശം ഒരു 15%-20% വോട്ടർമാർ നിയമസഭയിൽ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം, ലോക്സഭയിൽ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം ഒരു സമയത്ത് തന്നെ ചിന്തിക്കുകയാണ്. അതാണ് മലയാളിയുടെ പ്രത്യേകത. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത രീതിയിലാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും സുരക്ഷിതമായ ഭരണം എല്ലാ നിലയിലും ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നുള്ള ചിന്ത കേരളത്തിലുണ്ട്. 2010 ആവർത്തിക്കുന്നതാണ് അല്ല, കോർപ്പറേഷനിൽ വലിയ നേട്ടം ഉണ്ടാക്കിയിരുന്നു അല്ല, ഞാൻ പറയുന്ന UDFന്റെ സുഹൃത്തുക്കൾക്ക് അത് പറയണമല്ലോ. അത് പറയാതെ അവർക്ക് പോകാൻ പറ്റില്ല. അവർ പറയട്ടെ, ബാക്കിയുള്ളവർ പറയട്ടെ. ഞങ്ങൾ എന്തായാലും കോഴിക്കോട് ജില്ലയിൽ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. LDF ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് വർദ്ധിപ്പിക്കും. പൊതുവെ LDFന് അനുകൂലമായ സാഹചര്യം കേരളത്തിലുള്ളതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും. ഈ രാഹുൽ പാലക്കാട്ടിൽ നിന്ന് വോട്ട് ചെയ്യാൻ വരുമോ വരില്ലയോ എന്നുള്ളൊരു അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. പെൻഷൻ കിട്ടുണ്ടോ ഇല്ലയോ, ഈ 10 കൊല്ലം ക്ഷേമ പെൻഷൻ കയ്യിൽ കിട്ടിയോ, ഇനിയും കിട്ടും. വീട്ടമ്മമാരുടെ പെൻഷൻ അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നൽകുന്നു. ലൈഫ് പദ്ധതിയിൽ വീട് വെച്ചു കൊടുക്കുന്നു. പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നു. നല്ല റോഡുകൾ, നല്ല കെട്ടിടങ്ങൾ, പാലങ്ങൾ, സർക്കാർ സ്കൂളുകൾ ഹൈടെക് ക്ലാസ് മുറികളായി മാറി. ഇതൊക്കെയാണ് ജനം ചിന്തിക്കുന്നത്. ആ ചിന്ത LDFന് അനുകൂലമാണ്. അല്ല, പക്ഷെ ഇന്നിപ്പോൾ രാവിലെ KPCC പ്രസിഡന്റ് പറയുന്നത് ഈ രാഹുലിനെതിരായ പരാതി അദ്ദേഹത്തിന് തന്നെ അയച്ചത് വെൽ ഡ്രാഫ്റ്റഡ് ആണ്, അത് ആസൂത്രിതമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു പടി കൂടെ കടന്ന രാഷ്ട്രീയത്തിലേക്കല്ലേ അത് വരുന്നത്? അല്ല, അത് ഒക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ, അത് ഒക്കെ അതിന്റെ ഭാഗമായി നടക്കട്ടെ. ഞങ്ങൾ ഈ ഒരു മന്ത്രി മുഹമ്മദ് റിയാസ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.